രാജ്യമാകെ നടുങ്ങിപ്പോയ വയനാട് ദുരന്തത്തിൻ്റെ ഇരകളെ രക്ഷിക്കാൻ, ആ നാടിനെ വീണ്ടെടുക്കാൻ സഹായമായി ഒന്നും തരില്ല എന്ന പിടിവാശിയിലാണ് ഈ മണിക്കൂറിലും കേന്ദ്ര സർക്കാർ. എന്നു മാത്രവുമല്ല, ദുരന്ത സമയത്ത് നാം അനുഭവിച്ച കെടുതിയിൽ നമ്മെ സഹായിക്കാൻ വന്നതിൻ്റെ പണമെല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കുകയും ചെയ്യുന്നു അവർ. മുൻപത്തേതും ഇപ്പോഴത്തേതുമായ എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും കേന്ദ്ര സേനകളുടെ പങ്കാളിത്തത്തിന് 130 കോടിയിലധികം രൂപ ഉടൻ ഒടുക്കണം എന്നാണ് നിർദ്ദേശം. സാധാരണ നിലയ്ക്ക് വലിയ തോതിൽ കേന്ദ്ര ഫണ്ട് വരികയും അതിൽ നിന്ന് ഇവ തട്ടിക്കിഴിച്ച് പിന്നീടൊരു തുക നമുക്ക് ലഭിക്കുകയുമായിരുന്നു ചെയ്തതെങ്കിൽ, കേന്ദ്രത്തിൽ നിന്ന് ഒന്നും വരുന്നില്ല എന്നു മാത്രമല്ല, കയ്യിലുള്ളതിൽ നിന്ന് നാം ഈ കേന്ദ്ര വ്യോമരക്ഷയ്ക്ക് ആവശ്യമായ പണമെല്ലാം കൊടുക്കേണ്ടിയും വരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ ഇത്ര വിവേചന സ്വഭാവമുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്? തമിഴ്നാടിന് പ്രളയ സഹായ ഫണ്ടായി വലിയ തുക ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിൽ പ്രളയ പ്രശ്നമുണ്ടായപ്പോൾ 600 കോടി രൂപയാണ് ഒറ്റയടിക്ക് അനുവദിച്ചത്. ആന്ധ്രയ്ക്കും അനുവദിച്ചു. ബീഹാറിന് ബജറ്റിൽ തന്നെ വലിയൊരു പാക്കേജ് പ്രളയ നിർമ്മാർജ്ജനത്തിന് അനുവദിച്ചിട്ടുണ്ട്. പ്രളയത്തിൻ്റെ ഗൗരവം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മനസ്സിലാക്കുന്ന കേന്ദ്രം ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലയെടുക്കുന്നത്? എന്തെങ്കിലും ഒരു കാരണം പോലും കേന്ദ്ര സർക്കാർ പണം തരാതിരിക്കുന്നതിന് പറയുന്നില്ല എന്നാണ് ശ്രദ്ധേയമായ കാര്യം. എല്ലാം ഞങ്ങൾ വേഗത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന ഒഴുക്കൻ മറുപടിയാണ് പാർലമെന്റിൽ പോലും കണ്ടത്. പണം കൊടുക്കുമെന്നോ അതിനെന്തെങ്കിലും നടപടികൾ പൂർത്തിയാക്കാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പോലും സർക്കാരിന് വാദമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു ജനതയോട് മാത്രം ഈ അവഗണനാ മനോഭാവം? ഈ വിഷയം ചർച്ചയാണ് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, CPIM നിന്ന് ശങ്കുട്ടി ദാസ്, BJP നേതാവ്, KP നൌഷാദ് അലി, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ KG താര, ദുരന്ത നിവാരണ വിദഗ്ധ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇതിനകത്ത് ഇപ്പോൾ കേന്ദ്രസേന ഇവിടെ വന്ന് രക്ഷാദൗത്യം നിർവഹിച്ചതിൻ്റെ പണം ചോദിക്കുന്നു എന്നതാണ് ഈ ദിവസത്തെ പുതിയ ഡെവലപ്മെൻറ്റ്. സർക്കാർ പണമൊന്നും തരുന്നില്ല എന്ന പ്രശ്നം അവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന പ്രശ്നം അധികമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ വ്യോമരക്ഷാ പ്രശ്നത്തിൽ. അല്ല, സാധാരണ നിലയ്ക്ക് വ്യോമരക്ഷ നിർവഹിക്കുന്നതിന് പണം കൊടുക്കുക എന്നത് സാധാരണ സംഗതിയല്ലേ? അതേത് സംസ്ഥാനത്തോടും ചോദിക്കും. എല്ലായിടത്തും ഇത്തരം സർവീസിന് പണം ചോദിക്കുക അതത് സംസ്ഥാന സർക്കാരുകളോട് എന്നത് സാധാരണ രീതിയാണെന്നിരിക്കെ നമ്മുടെ കേസ് എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത്? അരുൺകുമാർ, ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മേപ്പാടിയിൽ, ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് 134 ദിവസമായി. ഇവിടെ പ്രധാനമന്ത്രി വന്ന് സന്ദർശിച്ച് എല്ലാ ദുരന്തങ്ങളും കണ്ട് ബോധ്യപ്പെട്ടു പോയിട്ട് 124 ദിവസമായി. ഏറ്റവും ആദ്യം അടിയന്തര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര പ്രതിനിധി സംഘവും അതുപോലെ സംസ്ഥാന പ്രതിനിധി സംഘവും കൃത്യമായി ദുരന്തമേഖല സന്ദർശിച്ച് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം നടത്തിയിട്ട് ആ ഫസ്റ്റ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് ഇന്ന് 117 ദിവസമായി. ഇതുവരെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയാ പൈസ തന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയുകയാണ്. അതിനുശേഷം ഈ സംഭവം ഉണ്ടായതിനു ശേഷം 2 തവണ 145.6 കോടി രൂപ വീതം ബജറ്റ് അലോക്കേഷനും അതുപോലെ തന്നെ ഇവിടെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് പോലെ നമുക്ക് കിട്ടേണ്ടുന്ന കൃത്യമായിട്ടുള്ള 291.2 കോടി രൂപ കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നു. അതെല്ലാം ഈ മേപ്പാടിയിൽ ദുരന്തം ഉണ്ടായില്ലെങ്കിലും നമുക്ക് കിട്ടേണ്ട തുകയാണ്. ഒറ്റ പൈസ തന്നിട്ടില്ല. അതിനുശേഷം പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടലുകളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പ്രളയം ദുരന്തം നടന്ന് പിറ്റേ ദിവസം തന്നെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു 10 ദിവസം മുമ്പ് ദുരന്ത മുന്നറിയിപ്പ് കൊടുത്തതാണ്, അത് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. എന്നാൽ MP-മാരുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു തെളിവും കാണിക്കാതെ പച്ചയായ നുണയാണെന്ന് ബോധ്യപ്പെട്ടു. അതിനുശേഷം രാജ്യത്തിന്റെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞു പാറമടകൾ നടത്തുന്നു അനധികൃതമായി ചൂരൽമലയിലും മുണ്ടക്കയിലും, അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി കൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത്, അത് കയ്യേറ്റക്കാരാണ് മുഴുവൻ എന്ന് വീണ്ടും നുണ പറഞ്ഞു. എന്നാൽ അവിടെ കയ്യേറ്റക്കാരല്ലെന്നും 20 കിലോമീറ്റർ ചുറ്റളവിൽ പാറമടകളില്ലെന്നും കൃത്യമായി തെളിവ് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതും തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ട് കണ്ടു. മൂന്നാമത് നമ്മൾ കണ്ടത് ഈ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ കണ്ട് അവരോട് കേരളത്തെക്കുറിച്ച് എഴുതണം, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത രീതി കൊണ്ടാണ് അടിക്കടെ ഈ പ്രകൃതി ദുരന്തം ഉണ്ടാക്കുന്നത് എന്ന് എഴുതണമെന്ന് പറഞ്ഞ വാർത്ത നാഷണൽ ഡെയിലി തന്നെ പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി. പിന്നെ പ്രധാനമന്ത്രി 10-ാം ദിവസം വന്ന് ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടു പോയപ്പോഴും കേരളത്തിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം തരും, ഞങ്ങൾ ഒപ്പമുണ്ട്, കൊച്ചു കുട്ടികളൊക്കെ എടുത്ത് ഉമ്മ വച്ച് റീല് നിർമ്മിച്ച് പുറത്തുവിട്ടു. നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കഴിഞ്ഞ 124 ദിവസമായി കാത്തിരിക്കുകയാണ്. ഇതുവരെ നയാ പൈസ നമുക്ക് തന്നില്ല. ത്രിപുരയിൽ വെള്ളപ്പൊക്കമുണ്ടായി, നമുക്ക് ദുരന്തമുണ്ടായതിനു ശേഷം
ആ ഒറ്റ ദിവസം കൊണ്ട് 40 കോടി രൂപ അനുവദിച്ചു. ആന്ധ്രയിലും തെലങ്കാനയിലും വെള്ളപ്പൊക്കമുണ്ടായി 31 പേർ മരിച്ചു. അവിടെ 3448 കോടി രൂപ അനുവദിച്ചു. അതുപോലെ തന്നെ ബീഹാറിൽ അനുവദിച്ച തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് 13,000 കോടി രൂപയാണ് കൊടുത്തത്. അവിടെ പ്രളയമുണ്ടായില്ല, അത് നേരിടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഗുജറാത്തിൽ 600 കോടി രൂപ കൊടുത്ത് താങ്കൾ സൂചിപ്പിച്ചു. മഹാരാഷ്ട്രയിലും കൊടുത്തു ഒരു 6,500 കോടി രൂപ. സിക്കിമും നാഗാലാൻഡും വെള്ളപ്പൊക്കമുണ്ടായി, വളരെ വിരലിൽ എണ്ണാവുന്നവർ മരണപ്പെട്ടു. അവിടെയും 750 കോടിയും 600 കോടി രൂപയും കൊടുത്തു. ഏറ്റവും അവസാനം തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, അവിടെ കൊടുത്തു 900 കോടി രൂപ. ഒരു ആപ്ലിക്കേഷനും ഇല്ലാതെ ത്രിപുരയ്ക്കും ആന്ധ്രയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഒക്കെ കൊടുക്കുമ്പോഴും കേരളം കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് മാനദണ്ഡങ്ങൾ പാലിച്ച് കാത്തിരുന്ന് അതിനുശേഷം നവംബർ മാസം 13-ന് PDNA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള കണക്കുകളും ആപ്ലിക്കേഷനും എല്ലാം കൊടുത്തു. ഒന്നും തന്നില്ല. ഇപ്പോഴെന്താ 153 കോടി രൂപ തിരിച്ചടക്കണം. അടുത്ത കാലത്ത് നടന്ന പ്രകൃതി ദുരന്തത്തിലെല്ലാം ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെയും ദുരിതസേന വന്ന് പ്രവർത്തിച്ചതിന്റെയും എല്ലാം ഫണ്ട് തിരിച്ചടക്കണമെന്ന് പറഞ്ഞു. എന്താണ് ഈ രാജ്യത്ത് നടക്കാറ്? ഏതെങ്കിലും തരത്തിൽ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ദുരിത നിവാരണ ഫണ്ടിൽ നിന്ന് നൽകുന്ന തുക, ആ തുക അനുവദിക്കുമ്പോൾ ആ കേന്ദ്ര ഗവൺമെന്റിന് ചെലവായ ഏതെങ്കിലും തുകയുണ്ടെങ്കിൽ അതിൽ കൂട്ടിക്കിഴിക്കാറുണ്ട്. അങ്ങനെ കൂട്ടിക്കിഴിക്കുന്ന മാനദണ്ഡം പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇതൊന്നും തരാതെ സംസ്ഥാനം ഇത്ര രൂപ തരണമെന്നും അത് ഇത്ര വർഷമായിട്ടുള്ള തുക ഇത്രയുണ്ട് എന്ന് പറഞ്ഞ് ബില്ലുകൾ തന്ന് അടിച്ചേൽപ്പിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ശബ്ദത്തോടെ കേരളം ചോദിക്കുകയാണ്, എന്താ കേരളം ഇന്ത്യയിലല്ലേ? എന്താണ് കേരളത്തോട് മാത്രം ഈ മനോഭാവം സ്വീകരിക്കുന്നത്? ഇങ്ങ് പ്രധാനമന്ത്രി വന്ന് കണ്ടെല്ലാം ബോധ്യപ്പെട്ടതല്ലേ? ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ 3ാമത്തേതാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത്. കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിൽ ഏറ്റവും വലുതാണ്. 3 വാർഡുകൾ ഒലിച്ചുപോയി. BJPയുടെ അഖിലേന്ത്യാ നേതാവ് മുൻ കേന്ദ്രമന്ത്രി പറയുക, 3 വാർഡല്ലേ ഒലിച്ചു പോയുള്ളൂ, ഇത് വലിയ ദുരന്തമാണോ എന്ന് ചോദിക്കുന്നത് നാം കാണുകയാണ്. ഇന്നും അദ്ദേഹം ന്യായീകരിച്ച് രംഗത്തെത്തുകയാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ പച്ചയായ നുണ പറയുകയാണ്, പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സംസ്ഥാനം ഒറ്റക്കെട്ടായി തങ്ങൾ ഈ ദുരന്തമുഖത്ത് അനുഭവിച്ച കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഈ ജനങ്ങളെ ഒന്നോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന പരിഗണന ഞങ്ങൾക്കും കിട്ടണം. ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കണക്കുകളും വ്യക്തമായി കേന്ദ്രത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് അർഹമായിട്ടുള്ള പരിഗണന തന്നെ. അതിനിടയിൽ ഈ രാജ്യത്തെ പട്ടാളം അല്ലെങ്കിൽ രാജ്യത്തെ സേന എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എവിടെ അപകടമുണ്ടായാലും ഓടിയെത്തേണ്ടതല്ലേ? കേരളത്തിന് സ്വന്തമായി വ്യോമസേനയും പട്ടാളവും ഇല്ലല്ലോ. ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യമല്ലേ? അതിന് രാജ്യത്തൊരു ദുരന്തമുണ്ടാകുമ്പോൾ വരുന്ന സേനയ്ക്ക് ഇങ്ങനെ ബില്ല് ആവശ്യപ്പെട്ട് വീണ്ടും വീണ്ടും ബില്ല് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് സമ്മർദ്ദം ചെലുത്തുന്ന കാഴ്ച നാം കാണുകയാണ്. കേരളത്തോട് മാത്രമായി സവിശേഷമായ വിവേചനം കാണിക്കുന്നു എന്നാണ്. അരുൺകുമാർ, എന്താണ് സർക്കാർ ആ കാര്യത്തിൽ മനസ്സിലാക്കുന്ന സംഗതി? അതായത് പ്രത്യേകിച്ചൊരു കാരണവും കേരളത്തിന് പൈസ തരാത്ത കാര്യത്തിൽ പറയുന്നില്ല കേന്ദ്രം എന്നാണ് ഇത്തവണത്തെ ഒരു സവിശേഷത. രണ്ടാമത്, ഈ പണം കൊടുത്ത സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ അതിൽ തെലങ്കാനയുണ്ട്, അതിൽ തമിഴ്നാടുണ്ട്. ഇതെല്ലാം നോൺ BJP റൂളുള്ള സംസ്ഥാനങ്ങളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളോട്, BJP ഇതര ഭരണകൂടങ്ങളുള്ള സംസ്ഥാനങ്ങളോട് സവിശേഷമായ വിയോജിപ്പാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടും തെലങ്കാനയും ഉണ്ടല്ലോ. കേരളത്തോട് മാത്രമുള്ള പ്രശ്നം ശരിക്കും എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ അന്നും ഹെലികോപ്റ്റർ വന്നല്ലോ. ഗർഭിണികളായ സ്ത്രീകളെ വരെ എയർലിഫ്റ്റിംഗ് നടത്തി രക്ഷിച്ചപ്പോൾ ആ ചിത്രങ്ങളെല്ലാം എടുത്ത് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന്റെ സേന, നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളം ഈ ദുരന്തമുണ്ടായപ്പോഴേക്കും കേരളത്തിലേക്ക് അങ്ങ് വന്നല്ലോ രക്ഷിക്കാൻ എന്ന് പറഞ്ഞു. അതിന് വന്നു 115 കോടി രൂപ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഭക്ഷ്യ സുരക്ഷാ കേന്ദ്രങ്ങളും റേഷൻ കടകളും എല്ലാം വെള്ളം കയറി നശിച്ചപ്പോൾ അധികമായി നമുക്ക് റേഷൻ തന്നു. ആ റേഷന് 225 കോടി രൂപ കേന്ദ്രം ആവശ്യപ്പെട്ടു. എന്നിട്ട് എന്താ പറഞ്ഞേ? അടുത്ത മാസം റേഷൻ തരണമെങ്കിൽ ഈ തുക അങ്ങ് അടയ്ക്കണമെന്ന് പറഞ്ഞ സാഹചര്യമുണ്ട്. കിഫ്ബിയെ തകർക്കുന്നതും സംസ്ഥാന ഫണ്ടുകൾ പല രൂപത്തിൽ നിഷേധിക്കുന്നതും അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് കേരളത്തിന് വിഹിതം തരാത്തതും അടക്കം അടുത്ത കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ട്. ഇത് പച്ചയായ രാഷ്ട്രീയ വിരോധം രേഖപ്പെടുത്തുകയാണ്. കാരണം കേരളത്തിൽ ഒറ്റ BJP MLA-മാരില്ല. ഇപ്പോൾ ഒരു MP ഉണ്ട്. പക്ഷെ ആ MP ഇന്നലെ കണ്ടല്ലോ, കൈ പൊക്കി കാണിക്കുകയാണ്. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിന്റെ സഹോദരി കൂടിയായിട്ടുള്ള MP കനിമൊഴി ഈ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എല്ലാം ആവശ്യങ്ങൾ കേന്ദ്ര അവഗണനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൈ ഉയർത്തി കാണിച്ച് കളിയാക്കുന്ന സമീപനമുണ്ടായപ്പോൾ ആ MP മറുപടി പറഞ്ഞില്ലേ, കേരളവും തമിഴ്നാടും ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ കേന്ദ്രം കൈമലർത്തുകയാണെന്ന് പറയുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. ഇത് പച്ചയായ രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ്. BJPക്ക് വളരാൻ മണ്ണില്ല എന്നതിന്റെ കലി തീർക്കുകയാണെന്നാണ് KP നൗഷാദ് അലി അത് കാണുന്നുണ്ടോ? ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാർ അതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിയിട്ടുണ്ട്.
അന്ന് നിങ്ങൾ അതിൻ്റെ കൂടെ നിന്നു, നിൽക്കാതിരുന്നു, അതിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞൊക്കെ ഒരു സ്ട്രാറ്റജിക്കായ സമീപനമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ മൂർത്തമായ സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, നമ്മളോട് മലയാളികളോട് ഒരു വൈരാഗ്യം തീർക്കുന്ന സമീപനം എടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഫണ്ട് ഫ്ലോ തടയുക, നമുക്ക് പുനരധിവാസം തടയുക, നമ്മുടെ തുറമുഖം ഉണ്ടാക്കുമ്പോൾ നോക്കൂ, വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുന്ന, ഒരിക്കലും തിരിച്ചു ചോദിക്കാത്ത പണം നമ്മൾ തിരിച്ചടക്കണം എന്ന് പറയുന്ന വിചിത്രമായ ഉത്തരവിറക്കുക, പെടുത്തിക്കളയുക. സത്യത്തിൽ ഒരു സാമ്പത്തിക ഉപരോധത്തിലേക്ക്, ഒരു സാമ്പത്തിക സ്വഭാവമുള്ള വൈരാഗ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ നമ്മളുമായി കടന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും പൂർണ്ണ സ്വഭാവത്തിൽ നിങ്ങൾ അംഗീകരിക്കുമോ നൗഷാദ് അലി? നിഷാദ, ഇവിടെ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ചിറ്റമ്മ നയം അല്ലെങ്കിൽ ഈ കടുത്ത അന്യായം, അനീതി, ഇതിനെതിരെ അതിശക്തമായ നിലപാട് പാർലമെൻറ്റിലും പുറത്തും സംസ്ഥാനത്തും ഒക്കെ ഒരുപോലെ ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ, ആഭ്യന്തരമന്ത്രിയെ സന്ദർശിച്ചത് തുടങ്ങി ഒരുപാട് ഇന്നത്തെ പാർലമെൻറ്റിലെ പിന്നെ അഫയേഴ്സ് അടക്കം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരൊരു നീതിബോധമില്ലാത്ത, ന്യായവിചാരമില്ലാത്ത, കടുത്ത പക്ഷപാതിത്വത്തിലൂടെ മാത്രം മുന്നോട്ട് നീങ്ങി ശീലിച്ചൊരു പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ട് വാജ്പേയി മോദിയെ ഉപദേശിച്ചിരുന്നു രാജധർമ്മം പാലിക്കാൻ ശ്രമിക്കണമെന്ന്. അപ്പോൾ അത് അതേപടി അദ്ദേഹത്തിന് എന്താണോ ഇല്ലാത്തത് അത് ഇന്നും അതേപടിയാണ്. ആ ശൈലി BJPയുടെ ഇന്നത്തെ കേന്ദ്രഭരണം സമ്പൂർണ്ണമായി തുടരുന്നു. അവർക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ള, അല്ലെങ്കിൽ അവർക്കൊരു രാഷ്ട്രീയ സാധ്യതയുള്ള ഇടങ്ങൾ, അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന ഇടങ്ങൾ, അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഭരണ ഇടപെടലുകളും അവിടെ നിന്ന് സാധ്യമാകുന്നില്ല. തീർച്ചയായിട്ടും ഇത്തരം ആളുകളൊക്കെ ഈ നാട് ഭരിച്ചാൽ ഇതിൻ്റെ ഫെഡറൽ സംവിധാനം തന്നെ താറുമാറാകും. എവിടെ നിന്നൊക്കെ എന്തൊക്കെ തരത്തിൽ പണ്ട് ബാലകൃഷ്ണ പിള്ളയൊക്കെ ഉയർത്തിയതുപോലുള്ള വാദങ്ങൾ വരുമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ശങ്കിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇത്രമാത്രം ഒരു ക്രൂരത കാണിക്കുന്ന, ഇതിന് മാത്രം മനസാക്ഷി മരവിച്ച, ഇതിന് മാത്രം അന്ധമായ പക്ഷപാതിത്വം പൂണ്ട ആളുകളൊക്കെ ഒരു രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യമൊക്കെ എവിടെ ചെന്നെത്തുമെന്നുള്ളതാണ്. ഈ പ്രാകൃത ബോധമുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അവരിൽ നിന്ന് എങ്ങനെ നീതി പ്രതീക്ഷിക്കുമെന്ന വലിയൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഉയരുന്നത്. അത് തീർച്ചയായിട്ടും വളരെ ന്യായമായ ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഇത് അരിയിൽ നിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും മുറുമുറുപ്പ് എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ എയർ ലിഫ്റ്റിങ്ങിൻ്റെ കാശും ചോദിച്ച് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പണം ചോദിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാതിരിക്കുന്നത് പോട്ടെ, അവൻ്റെ മുഖത്തൊരു പ്രഹരം കൂടി വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതോടൊപ്പം ഞാനിതിലൊന്നും രാഷ്ട്രീയം കലർത്തി പറയാൻ ആഗ്രഹിക്കാത്ത ആളാണ്. ഈ സംസ്ഥാന സർക്കാർ അവരുടെ ഒരു ദൗത്യം കൂടി വളരെ കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതുണ്ട്. കേന്ദ്രം പണം തരുന്നോ തരാതിരിക്കുന്നോ എന്നുള്ള ഒരു വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ മുൻമുനയിൽ നിർത്താൻ പാടില്ല. അവരെ കയ്യാലപ്പുറത്ത് തേങ്ങയാക്കാൻ പാടില്ല. കാരണം ഇവിടെ CMDRFൽ 700 കോടി രൂപയുണ്ട്, ദുരിതാശ്വാസ നിധിയിലേക്ക് 600 കോടിയിലധികം വന്നു ചേർന്നിട്ടുണ്ട്, വിവിധങ്ങളായ വാഗ്ദാനങ്ങളുണ്ട്. അതിനകത്ത് കർണാടക സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്, കോൺഗ്രസ് പാർട്ടി, മുസ്ലിം ലീഗ്, ഒരുപാട് NGOകളുടെയൊക്കെ വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനമൊക്കെ വീടുകളാണ്. അത് കൂട്ടിവെച്ചാൽ തന്നെ 400, 450, 500ഓളം വീടുകൾ വാഗ്ദാനമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കാനുള്ള ഒരു നടപടി അതൊക്കെ ശരിയാണ്. പക്ഷേ KP നൗഷാദ്, അതൊക്കെ വ്യക്തികളുടെ, സംഘടനകളുടെ വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ ഒരു ദിവസം അവർ പിൻവലിച്ചാൽ സർക്കാരിന് ജനങ്ങളോട് എന്ത് ഉത്തരവാദിത്വം പറയാൻ കഴിയും? 1000 വീട് വെച്ച് കൊടുക്കാമെന്നൊരാൾ പറയുന്നു, ഞാൻ പറയുന്നു എനിക്ക് അതിന് കഴിയുന്നില്ല എന്ന് വെച്ചാൽ അതിലൂന്നി പ്രവർത്തിക്കാൻ സർക്കാരിന് എത്ര കഴിയും? ഒരു സർക്കാരിനെ സംബന്ധിച്ച് അതിന് തനത് ഫണ്ട് ഉണ്ടാവുക, ആ ഫണ്ടിനോട് മാത്രമേ ജനങ്ങളുമായി അക്കൗണ്ടബിൾ ആകാൻ കഴിയൂ, ആ ഫണ്ടിനോട് മാത്രമേ ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയൂ. അതുകൊണ്ട് സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടാവുക എന്നത് മൗലികമാണ്, പ്രധാനമാണ്. എന്നിരിക്കെ അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു സമീപനം എടുക്കാൻ പാടുണ്ടോ? ഇപ്പോൾ കേന്ദ്രം പണം തരുന്നില്ല എന്നതിലല്ലേ നാം ഒരുമിച്ച് നിൽക്കേണ്ടത്? അത് പറഞ്ഞിട്ട് പാതിയിൽ വെച്ചിട്ട് കുറെ കാശ് ഇവിടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് BJP പറയുന്ന ന്യായത്തിന് പാതി നിങ്ങൾ സഹായം ചെയ്ത് കൊടുക്കലാണ്. അല്ല നിഷാദെ, ഈ കാര്യം നിങ്ങൾക്ക് ഇതൊരു CPM ആംഗിളിൽ കാണാൻ ഒരു മനുഷ്യർക്ക് സാധിക്കുകയില്ല. കാരണം ഞങ്ങൾ വയനാടിൻ്റെ ആംഗിളിലാണ് ഇത് കാണുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് ഞങ്ങളതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്രം എന്ന് കാശ് തരും അന്ന് മതി പുനരധിവാസം എന്നൊരു നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമല്ലേ?
നിങ്ങൾ അങ്ങനെ പൊളിറ്റിക്കലായിട്ട് ഇതിനെ കാണരുത്. കാരണം ഇവിടെ കർണാടക സർക്കാർ 100 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറി ടു ചീഫ് സെക്രട്ടറി കത്തിടപാടുണ്ടായി, അതിനൊരു മറുപടിയില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ഇങ്ങോട്ട് കത്തെഴുതുകയാണ്, അതിനും ഒരു മറുപടി ഇല്ലാത്തൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ദയനീയതയല്ലേ? ഇവിടെ പണം തരുന്നില്ലെങ്കിൽ സ്വകാര്യ വാഗ്ദാനങ്ങളെ ആശ്രയിക്കണമെന്ന് പറയുന്നതിൽ രാഷ്ട്രീയ പ്രശ്നമുണ്ട്, യുക്തി പ്രശ്നമുണ്ട് എന്നാണ് എന്റെ പ്രശ്നം. കേന്ദ്ര സർക്കാർ പണം തരണം, പണം തന്നേ മതിയാവും. നമ്മൾ അതിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് ആധികാരികമായി അവകാശപ്പെടാൻ കഴിയുന്ന പണം ആ പണമാണ്. ഏതെങ്കിലും ഒരു പാർട്ടി, ആ പാർട്ടി അല്ലെങ്കിൽ വ്യക്തി അവർ പാതിയിൽ ഞങ്ങൾ ഇനി ഫണ്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആരോട് സമാധാനം പറയും? ആരോടും സമാധാനം പറയേണ്ട കാര്യമില്ല. കാരണം ഇതൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ആളുകളൊന്നുമല്ല. നിങ്ങൾ മുഴുവൻ കേൾക്കണം. അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരുപാട് വാഗ്ദാനങ്ങൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ 2018 മുതലുള്ള പ്രളയത്തിന്റെ ചരിത്രം എടുത്താൽ വലിയ വീട് വെക്കൽ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതിന്റെ പാതിയിൽ എത്താത്ത വാഗ്ദാനങ്ങൾ അല്ല. അതൊക്കെ നിങ്ങൾ അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ ഇവിടെ ആധികാരികതയുള്ള ചില സംസ്ഥാന സർക്കാരുകൾ, ചില വ്യക്തികൾ, ചില NGOകൾ, ചില രാഷ്ട്രീയ പാർട്ടികൾ അതൊക്കെ പണം പിരിച്ച് കയ്യിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത്. മുസ്ലിം ലീഗൊക്കെ ദുരിതാശ്വാസ നിധി അവർ സ്വന്തമായിട്ടുണ്ടാക്കി പിരിച്ച പണം എങ്ങനെ ചെലവാക്കണം എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻ കാത്തു നിൽക്കുകയാണ് സർക്കാരിനോട്. ഞാനൊരു കാര്യം പെട്ട നിഷാദ്, ഇവിടെ 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നവർ അങ്ങോട്ട് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് സ്ഥലം ഞങ്ങൾ തന്നെ കണ്ടെത്തി ഞങ്ങൾ തന്നെ വീട് വെച്ചോളാമെന്ന്. അതിനും സംസ്ഥാന സർക്കാർ അനുമതി കൊടുക്കുന്നില്ല. അവർ ഞങ്ങൾ സ്ഥലം കണ്ടെത്തിക്കൊള്ളാം എന്നാണ് പറയുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് ഇവിടെ കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ ആവശ്യമായ പണം ഓൾറെഡി കയ്യിലുണ്ട് എന്ന് മാത്രവുമല്ല, വൻ തുകകൾ കയ്യിൽ വെച്ച് സർക്കാരിന്റെ സഹകരണത്തിനും അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ മുസ്ലിം ലീഗിന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഇരിപ്പുണ്ട്. ഇതിനുവേണ്ടി ഗവൺമെന്റുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കർണാടക സർക്കാർ ഒഫീഷ്യലി ഒരു കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്, വീടുകൾ വെച്ച് തരാമെന്ന്. പിന്നെയും ഒരുപാട് ഓഫറുകളുണ്ട്. അതിൽ സർക്കാർ സഹകരിച്ച് പ്രവർത്തിക്കാതെ ഇവിടെ ഊന്നി നിന്നാൽ അതിന്റെ ആത്യന്തിക നഷ്ടം വയനാട്ടുകാർ അനുഭവിക്കും എന്ന കോൺഗ്രസിന്റെ പോയിന്റിനോട് നിങ്ങളുടെ മറുപടി എന്താണ്? കോൺഗ്രസ് അത് അത്തരത്തിൽ പലതരത്തിലും യഥാർത്ഥ കോസിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ പാർലമെന്റിലായാലും പുറത്തായാലും ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. അപ്പൊ ആ ആവശ്യം കൃത്യമായി പറയാതെ തന്നെ അദ്ദേഹം പകുതി എത്തിയപ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെതിരെ അങ്ങ് തിരിച്ചു വിടുകയാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, ഇവിടെ ഓരോരുത്തർക്കും വ്യക്തിപരമായി നിയമപരമായി കൊടുക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദയവായി അത് എത്രയെന്ന് ചോദിക്കരുത്. കാരണം അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അവകാശപ്പെട്ടത് ഇങ്ങനെ ഓരോ ചർച്ചയിലും വന്ന് ഞങ്ങൾ ഇന്നത് കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കീഴ്വഴക്കമാണ്. ഇഫ് നെസസറി ആണെങ്കിൽ മാത്രം അതിലേക്ക് കടന്നാൽ മതി. അതിൽ ഒരു പരാതിയും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു, നിയമപ്രകാരം കൊടുക്കാവുന്നത്. അതിനുശേഷം മേപ്പാടി പട്ടണത്തിൽ തന്നെ സ്റ്റേറ്റ് ലെവൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി പലതവണ യോഗം ചേർന്ന് 30 പ്രോപ്പർട്ടികൾ കണ്ടെത്തി. കാരണം അവരവർക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി സ്ഥലം മേടിച്ച് വീട് വെക്കാൻ കഴിയില്ല. ഒരു പാർഷ്യാലിറ്റിയും പാടില്ല. ഒരേപോലെ തന്നെ ഈ ദുരന്തമുഖത്തുള്ളവരെ കാണണം. അവർക്ക് ഏറ്റവും തുല്യമായിട്ടുള്ള രീതിയിൽ തുല്യതയോട് കൂടിയിട്ടുള്ള സ്ഥലം, വീട്, സംവിധാനം, അവരുടെ ആവാസ വ്യവസ്ഥ, അവരുടെ കൃഷിഭൂമി, അവരുടെ പശു, അവരുടെ ആട് എല്ലാം സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു സമവായം എത്തണം. അതിനുവേണ്ടി ഒരു സാങ്കേതികമായ ശാസ്ത്രീയമായിട്ടുള്ള പ്ലാൻ റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു മൈക്രോ പ്ലാൻ വേണം. അത് ഓരോ വ്യക്തിയെയും കേന്ദ്രീകരിച്ചുള്ള പ്ലാൻ ഉണ്ടാക്കാൻ നിരവധി തവണ യോഗം ചേർന്ന് തീരുമാനമെടുത്തു. 30 പ്രോപ്പർട്ടികൾ കണ്ടെത്തി. അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 10 പ്രോപ്പർട്ടി അതിൽ നിന്ന് കണ്ടെത്തി. അതിനുശേഷം നെടുമ്പാല എസ്റ്റേറ്റും സ്റ്റോൺ എസ്റ്റേറ്റും ഇത് സർക്കാർ ഭൂമിയാണ് എന്ന് തന്നെയാണ് സർക്കാരിന്റെ വാദം. ആ ഭൂമി ഏറ്റെടുക്കുന്നു. അവിടെ ഇത്രയും പേർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ തന്നെ കോടതിയിൽ കേസ് വരുന്നു. കേസിൽ ഒരു സ്റ്റേയും ഇല്ല. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് ഗവൺമെന്റ് കടക്കുകയാണ്. ഇവിടെ ഓരോ കുടുംബത്തിലെ വ്യക്തിയെയും വിശ്വാസത്തിലെടുത്ത് അവരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിച്ച് അവരുടെ കൂടി അഭിപ്രായം കേട്ട് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായിട്ട് പൂർത്തീകരിക്കുക. ഇപ്പോ മുസ്ലിം ലീഗ് ഇത്ര പിരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ഇത്ര പിരിച്ചിട്ടുണ്ട്. എന്ത് കണക്കാണ് നമ്മുടെ മുന്നിലുള്ളത്? ഇപ്പൊ DYFI പിരിച്ചു. ഇവിടെ കൃത്യമായി ആക്രി സാധനങ്ങളും പേപ്പറും പഴയ സാധനങ്ങൾ പറക്കി 20,44,00,000 രൂപ ഞങ്ങൾ പിരിച്ചു എന്ന് പറഞ്ഞ് കണക്ക് പുറത്തുവിട്ടു. CPM കൊടുക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങളെ ഈ പണി അല്ല സ്പെസിഫിക് ആയിട്ടുള്ള മറുപടി പറഞ്ഞോ? ലീഗും കോൺഗ്രസും പിരിക്കുന്ന കണക്കൊക്കെ AKG സെന്ററിൽ കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ ഉണ്ടാക്കും. അത് ആ വക കേസൊക്കെ വിട്. നിങ്ങൾ ആക്രി സാധനം പെറുക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കണക്ക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നല്ല കാര്യം. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയല്ല നിങ്ങൾ വേണ്ടത്. ലീഗ് പിരിച്ചതിന്റെ കണക്ക് പുറത്തു വിട്ടല്ലോ. കഴിഞ്ഞോ? ഞാൻ പറയുമ്പോൾ ഇടപെടരുത്. അല്ല, പൊതുസമൂഹത്തിൽ
ലീഗ് എത്ര രൂപ പിരിച്ചെന്നോ കോൺഗ്രസ് എത്ര രൂപ പിരിച്ചെന്നോ മറ്റ് സംഘടനകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനത്തെ എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. ഇവിടെ SDR ഫണ്ടിൽ നിന്ന് എന്താ ഒരു വീടിന് 1,20,000 രൂപയാണ് മാക്സിമം മുടക്കാൻ കഴിയുക. നമുക്ക് 1,20,000 രൂപയ്ക്ക് ഒരു വീട് പോയിട്ട് ഒരു മുറി പണിയാൻ കഴിയുമോ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ? അപ്പോ ഒരു റോഡ് തകർന്നു പോയ ഇത്ര കിലോമീറ്ററിന് 75,000 രൂപയാണ് കൊടുക്കാൻ കഴിയുക. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് മാക്സിമം അർഹതപ്പെട്ടത് ഇവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് തുല്യമായിട്ടുള്ളത് മേടിച്ചെടുക്കാൻ യോജിച്ച ശ്രമം നടത്തുകയും അതിനുശേഷം ആ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടുള്ള പണം ആ 1,20,000 അനുവദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റു സഹായങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ മാന്യമായിട്ടൊരു വീട് നിർമ്മിക്കാൻ കഴിയൂ കേരളത്തിലെ സാഹചര്യത്തിൽ. അത്തരത്തിൽ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും അഡ്രസ് ചെയ്യാനും അവരെ പുനരധിവസിപ്പിക്കാനും അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള പരിപാടിയുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ കേന്ദ്രത്തിനെതിരെ ഒരു വർത്താനം പറയും, സംസ്ഥാനത്തിനെതിരെ 3 വർത്താനം പറയും, എന്നിട്ട് കുറെ നുണ പ്രചരിപ്പിക്കും. ലീഗിന്റെ കണക്കൊക്കെ നിങ്ങളുടെ പൊതുസമൂഹത്തിലുണ്ടെങ്കിൽ ഈ മീഡിയ 1 ചാനലിന് കിട്ടാതിരിക്കുമോ? ഒന്ന് പുറത്തു വിടാമോ? കോൺഗ്രസ് എത്ര അരുൺകുമാർ അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് അല്ലാന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് പൈസ പിരിക്കുന്നു, ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഓരോ ദിവസവും എത്ര പൈസ അക്കൗണ്ടിൽ വന്നു ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ആപ്പിന്റെ വിശദാംശങ്ങൾ അവർ ഡെയിലി പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനത്തെ ആക്ച്വൽ കണക്ക് എനിക്ക് ഓർമ്മയില്ല. അവരുടെ കയ്യിലുള്ള പൈസ ഇത്രയാണ്, ആ പൈസയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ സഹകരണത്തിന് തയ്യാറാണെന്ന് വെച്ച് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് സംസാരവും പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. ഇനി വേണമെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സ്റ്റെപ്പ് വേണമെന്നുകൊണ്ടാണ് ഞാനതിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാത്രമേ കണക്കുള്ളൂ, മറ്റാരുടെയും കയ്യിൽ കണക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇതിലെ ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഗസ്റ്റ് BJP-യിൽ നിന്നാണ്. എന്നോടൊപ്പം ശ്രീ ശങ്കുട്ടി ദാസ് ഉണ്ട്. ഞാനൊന്ന് വരും ശ്രീ ശങ്കുട്ടി ദാസ്, ഇതിപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേന്ദ്ര വ്യോമരക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളോടും വ്യോമയാന വകുപ്പോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഫോഴ്സോ പൈസ ചോദിക്കും, ബില്ല് ഈടാക്കുമെന്നത് സ്വാഭാവികമായ പ്രക്രിയയാണ്. എല്ലാ കാലത്തും അത് ചെയ്തു പോന്നിട്ടുണ്ട്. പക്ഷെ സാധാരണ കണ്ടുവരാറുള്ള ഒന്ന്, ഒരു വലിയ തോതിലുള്ള ദുരന്തം അനുഭവിച്ച ഒരു നാടിന് കേന്ദ്ര സർക്കാർ ഒരു ഫണ്ട് അനുവദിക്കും. അതിൽ കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലുമൊക്കെ വഴിക്ക് ചിലവായിട്ടുള്ള പണമുണ്ടെങ്കിൽ അത് തട്ടിക്കിഴിച്ച് ബാക്കി പണം അനുവദിക്കുക എന്നതാണ്. നേരത്തെ അതിവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്ക് പലതിനും വലിയ തോതിൽ തുക കിട്ടി. ഏത് കണക്കുകൾ പോലും വേണ്ടത്ര കൊടുക്കാതെ നമുക്കൊന്നും കിട്ടാതിരിക്കുകയും കൊടുക്കേണ്ട പണത്തിന്റെ എല്ലാം ഇടപാടുകൾ വേഗത്തിലാവുകയും ചെയ്യുന്നതിന്റെ സാങ്കത്യം താങ്കൾ വിശദീകരിക്കാമോ തുടക്കത്തിൽ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. നോക്കൂ, ഞാൻ ആദ്യമേ പറയട്ടെ, ഈ ചർച്ച ആദ്യം മുതൽ തന്നെ 3 പേരും സംസാരിച്ചിടത്തോളം വളരെ ബോധപൂർവം ഈ കാണുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം അവരിൽ ജനിപ്പിക്കാനും വേണ്ടി നിയമത്തെയും വസ്തുതകളെയും വളച്ചൊടിക്കുന്ന മട്ടിലാണ് ഇത് അവതരിപ്പിച്ചത് എന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. നോക്കൂ, ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് സൈന്യം ഒരു ബില്ല് കൊടുക്കുന്നത് ഒരു കീഴ്വഴക്കത്തിന്റെ ലംഘനമാണോ? അത് ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണോ? 2-3 കാര്യങ്ങൾ പറയാൻ എനിക്ക് അനുവാദം തരണം. ഇവിടെ BJP സർക്കാരിന്റെ എന്തെങ്കിലും കേരളത്തോടുള്ള പ്രത്യേക നയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പൊ സൈന്യം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമഡ് എയർഫോഴ്സ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ഇപ്പൊ ഇങ്ങനെ ഒരു ബില്ല് റൈസ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ഒരു ചട്ടം നിലവിലുണ്ട്. അത് BJP ഉണ്ടാക്കിയതല്ല, UPA സർക്കാർ ഉണ്ടാക്കിയതല്ല. അതിനു മുൻപ് ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ രൂപീകരിച്ചിട്ടുള്ള ചട്ടമാണ് ഇൻസ്ട്രക്ഷൻ ഓൺ റെസ്ക്യൂ ഓപ്പറേഷൻസ് ബൈ ഡിഫൻസ് അതോറിറ്റീസ് ഇൻ സിവിൽ അതോറിറ്റീസ് 1970 എന്ന് പറയുന്ന ഒരു ചട്ടമുണ്ട്. 1970 ചട്ടമാണ്. ആ ചട്ടത്തിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് സൈന്യത്തിന്റെ ചെലവുകൾ വഹിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിലെന്താണ് പറയുന്നത്? സൈന്യത്തിന്റെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടി അല്ല രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. സൈന്യത്തിന് അതിന്റെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടി നിർവഹിക്കാനുള്ള ഡെസിഗ്നേറ്റഡ് ബജറ്റ് ഉണ്ട്. ഓരോ വർഷവും വാർഷിക ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഡിഫൻസ് ബജറ്റ് എത്രയാണെന്ന് പറയും. ആ ബജറ്റിന് അപ്പുറത്തേക്ക് വരുന്നതാണ് അൺഫോർസീൻ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ, മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റെക്വിസിഷനിങ് അതോറിറ്റി ഉണ്ടാവണം. ഒരു സംസ്ഥാനം അവരുടെ സഹായം ആവശ്യപ്പെടണം. ആ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അത് അനുവദിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം കൊടുത്താൽ, അത്തരത്തിൽ നിർദ്ദേശം കൊടുക്കുന്ന സാഹചര്യത്തിൽ സൈന്യം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടണം. അതിനുണ്ടാവുന്ന ചെലവ് ആരാണോ റെക്വിസിഷനിങ് അതോറിറ്റി അവരിൽ നിന്ന് ഈടാക്കണം. അപ്പൊ സൈന്യം അതിന്റെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് തയ്യാറാക്കും.
ആ ബില്ല് സംസ്ഥാനമാണ് റെക്വസിഷനിങ് അതോറിറ്റി എങ്കിൽ ആ റെക്വസിഷനിങ് അതോറിറ്റിക്ക് കൈമാറും. എന്നാൽ ഈ ബില്ല് സംസ്ഥാനം കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ബില്ല് സംസ്ഥാനം പരിശോധിച്ചതിന് ശേഷം ഡിഫൻസ് മിനിസ്റ്റർക്ക് ഫോർവേഡ് ചെയ്യും. ഡിഫൻസ് മിനിസ്റ്റർ ഈ ബില്ല് റാറ്റിഫൈ ചെയ്തിട്ട് ഇത് റീഇംബേഴ്സ് ചെയ്യുകയാണ് ചട്ടം. ഇത് 1970 മുതൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ചട്ടമാണ്. ഇത് BJP സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടമല്ല. ഒറ്റ കാര്യം മാത്രം എനിക്ക് ഈ ചർച്ചയിൽ ഒന്ന് എടുത്ത് കാണിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഇത് 2019 ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗമായിട്ടുള്ള ശ്രീ എളമരം കരീം 2018 പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന്റെ ഇടപെടലിന്റെ ബില്ല് കൈമാറിയതുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉന്നയിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് അന്ന് ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ഡോക്ടർ സുഭാഷ് ഭാമ്രെ നൽകിയിട്ടുള്ള മറുപടി നമുക്കിതിൽ കാണാൻ കഴിയും. ദ അസിസ്റ്റൻസ് ഓഫ് ആർംഡ് ഫോഴ്സസ് ടു സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഗവേർഡ് ബൈ ഇൻസ്ട്രക്ഷൻസ് ഓൺ എയ്ഡ് ടു സിവിൽ അതോറിറ്റി ബൈ ആർംഡ് ഫോഴ്സസ് 1970 wherein recovery of expenditure incurred by armed forces in aid of civil administration is specified. Armed forces compile the details of the expenditure incurred and forward the same to state government, which is the requisitioning authority. The bills duly scrutinized are forwarded by the state government to the Ministry of Home Affairs for reimbursement. അതായത് ഇത്തരത്തിൽ ബില്ലുകൾ കൊടുക്കുക എന്ന് പറയുന്നത് 1970 ചട്ടത്തിൽ സാധാരണമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ ആർമി ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ ബില്ല് സംസ്ഥാനം, അതായത് റിക്വസിഷനിങ് അതോറിറ്റി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഫോർവേഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ആ ബില്ലുകൾ റീഇംബേഴ്സ് ചെയ്യും എന്നാണ് പറയുന്നത്. 1970 ചട്ടം പ്രകാരം അങ്ങനെയാണ്. ഒരാഴ്ച മുൻപേയുള്ള വാർത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമല്ല. നവംബർ 15, 2024 വാർത്തയാണ്. നോൺ പേയ്മെന്റ് ഓഫ് ഡിസാസ്റ്റർ റിലീഫ് IAF റൈറ്റ്സ് ടു ദാമി ഗവൺമെന്റ് ടോട്ടൽ ഡെറ്റ് ബർഡൻ ₹200 crore. അതായത് ഉത്തരാഖണ്ഡിലുള്ള പുഷ്കൽ സിംഗ് ധാമി എന്ന് പറയുന്ന BJPയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന BJP റൂൾഡ് സംസ്ഥാനത്തിന് ഇതേപോലെ IAF കൊടുത്തിട്ടുള്ള 200 കോടി രൂപയുടെ ബില്ലാണ്. ഒരൊറ്റ ആഴ്ച മുമ്പ് സംഭവിച്ചാണ്. നവംബർ 15. അതായത് കേരളത്തോടുള്ള ഒരു പ്രത്യേക നയമല്ല ഇത്. കേരളത്തോട് മാത്രമായി IAF പൈസ ചോദിച്ചു എന്നൊരു വാദം നമ്മൾ എവിടെയും ഉയർത്തിയില്ല, അങ്ങനെ ഒരു നെഗറ്റീവിനും ശ്രമിച്ചില്ല. പക്ഷെ നോക്കൂ, കേരളത്തിന്റെ കയ്യിൽ പണമില്ലാതിരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും സർക്കാർ പ്രത്യേകമായി പ്രളയ ദുരിതാശ്വാസ ഫണ്ട് അനുവദിക്കുന്നു. നമുക്കാവട്ടെ ഒന്നും തരുന്നില്ല. കയ്യിലൊന്നുമില്ലാതെ ഞങ്ങളുടെ ആവശ്യമായ സഹായം തരുമെന്ന് വിലപിച്ചുകൊണ്ടിരിക്കെ ഈ ബില്ല് കൂടി വന്നാൽ നമ്മൾ പെടും. അതിനാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആശ്വാസമില്ല എന്ന് വെച്ചാൽ നമ്മളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നു. ആ പോയിന്റിലേക്ക് വരാമോ താങ്കൾ? ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ ഈ ബില്ലിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറയാം. അതായത് ഈ കഴിഞ്ഞ മാസം നവംബർ 13 ചേർന്നിട്ടുള്ള IMCT യോഗം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്ന് പറയുന്ന IMCT ആണ്. IMCTയുടെ യോഗത്തിലുള്ള തീരുമാനത്തിൽ 153 കോടി രൂപ കൂടി നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് NDRFൽ നിന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ ആർമിയുടെയും എയർഫോഴ്സിന്റെയും നേവിയുടെയും ഈ കാര്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ ബില്ലുകളും ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ ബില്ല് നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് SDRFൽ നിന്ന് മാറേണ്ടി വരില്ല. പകരം NDRFൽ നിന്ന് ഈ മുഴുവൻ ബില്ല് റീഇംബേഴ്സ് ചെയ്യും. സംസ്ഥാനത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള 388 കോടി രൂപയുടെ കോട്ടയിൽ നിന്ന് ഈ പറയുന്ന ബില്ല് പോവില്ല എന്നത് IMCT കഴിഞ്ഞ യോഗത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിക്കുന്നത് തന്നെ തെറ്റിദ്ധാരണജനകമാണ്. കേന്ദ്ര സർക്കാർ ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുനരധിവാസ പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കണമെങ്കിൽ അതിന്റെ ന്യായമായിട്ടുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനം പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. അതായത് ഈ SDRFലേക്കുള്ള ഫണ്ട് നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോൾ നിശ്ചയിക്കുന്നതാണ്. നമ്മുടെ 15ാം ധനകാര്യ കമ്മീഷൻ 2021 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഈ പറയുന്ന ത്രിപുരയ്ക്ക് കൊടുത്ത 40 കോടി, ആന്ധ്രാപ്രദേശിന് കൊടുക്കുന്ന 3400 കോടി, തെലങ്കാനയ്ക്കും ബീഹാറിനും കൊടുക്കുന്നത്, ഗുജറാത്തിന് കൊടുക്കുന്ന 600 കോടി, മഹാരാഷ്ട്രയ്ക്ക് സിക്കിമിന്, ഇപ്പോൾ ഈ നമ്മുടെ തമിഴ്നാടിന് വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ 900 കോടി പ്രഖ്യാപിച്ചത്. അവരെല്ലാവരും ഈ സമയമെടുത്ത്, പ്രത്യേകിച്ച് PDNA എന്ന് പറയുമ്പോൾ PDNA തയ്യാറാക്കാൻ എത്ര സമയം വേണ്ടി വരും? അതായത് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ കഴിഞ്ഞ് ദിവസങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ എടുത്ത് അത് പൂർത്തിയാക്കാൻ കഴിയും നമ്മുടെ ആവശ്യം എന്താണെന്നത്. അത് കൊടുക്കാൻ പോലും സാവകാശം വേണ്ടി വന്നില്ല. ഏതിന്? ഈ തമിഴ്നാടിന് പണം അനുവദിക്കാൻ. നമ്മൾ കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞല്ലോ. ഒരു വ്യക്തതയും മിനിഞ്ഞാന്നത്തെ ലോക്സഭാ സെഷനിൽ പോലും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറയുന്നില്ല. ഇനി ഏത് പേപ്പറാണ് കൊടുക്കാനുള്ളതെല്ലാം 1 മാസം മുമ്പ് കൊടുത്തിട്ടുണ്ട്.
അല്ല, അങ്ങനെയല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ഫണ്ടും തരാനില്ലെന്നൊരു നിലപാട് കേന്ദ്ര സർക്കാരിനില്ല. കേരളത്തിന്റെ പ്രളയ പുനരധിവാസവുമായി ബന്ധപ്പെട്ട, അല്ല പ്രളയമല്ല, ഈ പറയുന്ന ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഫണ്ടിന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സംസ്ഥാനം പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥ ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ശംഖു, നിങ്ങൾ ഇന്ന പേപ്പർ തരാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പൈസ തരാത്തത് എന്നൊരു മറുപടി ഈ കേസിൽ കേന്ദ്രത്തിനില്ല. അവരൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഈ സിനാരിയോ. കഴിഞ്ഞ ദിവസം അവര് ലോക്സഭയിൽ ആഭ്യന്തര സഹമന്ത്രി പറയുമ്പോഴും അദ്ദേഹം ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ വേണ്ട ഇടപെടലുകൾ സമയബന്ധിതമായി നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ കേരളം കണക്ക് തന്നില്ല, പേപ്പർ തന്നില്ല, പ്രോപ്പർ ഫോർമാറ്റിൽ ആപ്ലിക്കേഷൻ തന്നില്ല പോലെയുള്ള ഒരു വാദവുമില്ല. പകരം ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അല്ല, നോക്കൂ നിഷാദ്, നിങ്ങൾ എന്നെ പൂർണ്ണമായി പറയാൻ സമ്മതിക്കണം. ഞാൻ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എനിക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, അങ്ങ് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരു അക്ഷരം മനസ്സിലാവുന്നില്ല. ഞാൻ കുറേയൊക്കെ ഊഹിച്ചെടുത്തിട്ടാണ് ഞാൻ മറുപടി പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ചർച്ചയുടെ ആദ്യത്തെ ഭാഗം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. അത് എന്റെ പ്രശ്നം കൊണ്ടല്ല, നിങ്ങളുടെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്. ആദ്യത്തെ 10 മിനിറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബാക്കി 3 ആൾക്കാരും എനിക്ക് എതിരാണ് സംസാരിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് മതിയായ ന്യായമായ സമയം നിങ്ങൾ എനിക്ക് തരണമെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം ആവശ്യപ്പെടുകയാണ്. ഇതിലെന്താണ് ബുദ്ധിമുട്ട്? കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി സുവമോട്ടോ എടുത്തുള്ള ഒരു പ്രൊസീഡിങ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിൽ സംസ്ഥാന സർക്കാരിനോട് ഇതുവരെ കിട്ടിയ ഫണ്ടുമായി ബന്ധപ്പെട്ട്, ആ ഫണ്ട് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കണക്കും ഹൈക്കോടതിക്ക് മുമ്പിൽ ഹാജരാവുന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാനത്തിന്റെ ഫിനാൻസ് ഓഫീസർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതായത് ഇവിടെ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ദുരിതം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിലിമിനറി ആയിട്ടുള്ള റിലീഫ്, ഈ ലാൻഡ് സ്ലൈഡ് പോലെ, ഫ്ലഡ് പോലെയുള്ള 12 ദുരന്തങ്ങളിൽ പ്രിലിമിനറി ആയിട്ടുള്ള റിലീഫ് ചെയ്യേണ്ടത് SDRF നിന്നാണ്. SDRF എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഫണ്ടല്ല. 75% കേന്ദ്ര സർക്കാരും 25% സംസ്ഥാന സർക്കാരും കൂടി എടുക്കുന്നതാണ്. അങ്ങനെ ഈ വർഷത്തേക്കുള്ള SDRF 388 കോടി രൂപയുടെ അലോട്ട്മെന്റിൽ 291 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ അലോട്ട്മെന്റ്. ആ അലോട്ട്മെന്റ് അഡ്വാൻസ് ആയി തന്നെ ഈ ദുരിതം സംഭവിച്ച ഉടനെ തന്നെ, അതായത് ഓഗസ്റ്റ് 31-ാം തീയതി 145 കോടിയും അതിനുശേഷം ഒക്ടോബർ 1-ാം തീയതി 145 കോടിയായിട്ട് 291 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 96 കോടി രൂപ സംസ്ഥാനത്തിന്റെ അലൊക്കേഷനായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ 394 കോടി രൂപ പ്രിൻസിപ്പൽ അക്കൗണ്ട് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടിൽ ബാക്കി അവിടെ ഉണ്ട്. അങ്ങനെ 792 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ചെലവാക്കാവുന്ന ഫണ്ടായിട്ട് SDRF നിലനിൽക്കുന്നുണ്ട്. ഇതല്ലാതെ മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ 675 കോടി രൂപയുണ്ട്. അതിലാകെ 7.5 കോടി രൂപ മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ. സംസ്ഥാനത്തിന്റെ മിറ്റിഗേഷൻ ഫണ്ടായിട്ട് 455 കോടി രൂപയുണ്ട്. 153 കോടി രൂപയുടെ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്നുള്ള റീഇംബേഴ്സ്മെന്റ് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഫണ്ടുകളാണ് പ്രാഥമികമായിട്ട് ചെയ്യാൻ കഴിയുക. രണ്ടാമതുള്ളത് ഈ പറയുന്ന പുനരധിവാസവുമായിട്ടുള്ള റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഫണ്ടാണ്. അതിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസിൽ വളരെ കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താണ് ആ ചട്ടം? ആദ്യം സംസ്ഥാനം ഒരു മെമ്മറാണ്ടം തയ്യാറാക്കിയിട്ട് കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കണം. ആ മെമ്മറാണ്ടം പരിശോധിക്കാൻ ഒരു IMCT രൂപീകരിക്കും, ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിനെ രൂപീകരിക്കും. ആ IMCT സ്ഥലം വന്ന് പരിശോധിക്കും. ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് സമർപ്പിക്കണം. ആ അസസ്മെന്റ് ഇവർ പരിശോധിച്ചതിന് ശേഷം ഹൈ ലെവൽ കമ്മിറ്റിക്ക് സമർപ്പിക്കും. ആ ഹൈ ലെവൽ കമ്മിറ്റി പ്രോജക്ടുകൾ അംഗീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അലോട്ട് ചെയ്യുക. ഇപ്പൊ ബീഹാറിന് കിട്ടി എന്ന് പറയുന്ന ഫണ്ട്, ബീഹാറിന് കിട്ടിയത് എന്താണ്? ഈ പറയുന്ന പ്രളയ പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലഡ് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള പാക്കേജാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, സംസ്ഥാനം ആകെ ഒരു മെമ്മറാണ്ടം കൊടുത്തത് സെപ്റ്റംബർ 19-ാം തീയതിയാണ്. സെപ്റ്റംബർ 19-ാം തീയതി 214 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെമ്മറാണ്ടമാണ് കൊടുത്തത്. ഈ PDNA എന്ന് പറയുന്നത് 4 മാസങ്ങൾക്ക് ശേഷവും സമർപ്പിച്ചില്ല. PDNA സമർപ്പിക്കുന്നത് ഈ നവംബർ 13-ാം തീയതി മാത്രമാണ്. അതായത് PDNA സമർപ്പിച്ചിട്ട് ഒരു മാസം പോലും കഴിഞ്ഞിട്ടില്ല. ആ PDNA-യുടെ മുകളിൽ IMCT-യുടെ യോഗവും അതിന്റെ മേലെ ഹൈ ലെവൽ കമ്മിറ്റിയുടെ പരിശോധന നടക്കാൻ സമർപ്പിക്കാൻ പറ്റുമോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. PDNA സമർപ്പിച്ച് 1 മാസം കഴിഞ്ഞിട്ടും അതേക്കുറിച്ച് മറുപടിയില്ല എന്ന പ്രശ്നമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ പണം കൊടുത്തവയോട് താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ SDRF-ൽ പൈസയുണ്ട്, അല്ലെങ്കിൽ CMDRF-ൽ പൈസയുണ്ട്. ഈ ന്യായം മറ്റ് സംസ്ഥാനങ്ങളോട് എടുത്തില്ല. SDRF-ന്റെ കണക്ക് ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി മറ്റ് അലോക്കേഷൻസ് പൂർത്തിയായിട്ടുണ്ട്. 56 കോടിയേ ഇനി ബാക്കിയുള്ളൂ, അതിനകത്ത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് ഹൈക്കോടതിയോട് റെസ്പോൺസിബിളായി സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ SDRF-ന്റെ ന്യായം എന്തുകൊണ്ട് CMDRF-ന്റെ ന്യായം മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്തേ ഇല്ലാത്തതെന്നുള്ള മൗലികമായ ചോദ്യം ഇവിടെയുണ്ട്. ഞാൻ ഡോക്ടർ KG താരയിലേക്ക് പോട്ടെ. മാം, ഞാൻ അല്പം വൈകിപ്പോയി, സോറി. ഈ കാര്യം ശംഖു പറഞ്ഞു തുടങ്ങിയത് മാം കേൾക്കൂ. അതായത് ഈ IAF അല്ലെങ്കിൽ വ്യോമരക്ഷയ്ക്ക് പണം ഈടാക്കുക എന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാഭാവികമായി ചെയ്യുന്ന ഒന്നാണ്.
കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം എന്തോ വിരോധ സമീപനം സ്വീകരിച്ചു എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നതിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതൊരു സാധാരണ നടപടിക്രമമായി മാത്രമേ കാണാൻ കഴിയുന്ന ഒന്നത്. രണ്ടാമത്തേത്, അത് നമ്മൾ ഒടുക്കേണ്ടി വരില്ല, ഓൾറെഡി NDRF-ൽ നിന്ന് എടുക്കാൻ സർക്കാർ സമ്മതിച്ചിട്ടുണ്ട് എന്നുമാണ് ശംഖു പറഞ്ഞത്. അതിനകത്ത് മാമിന് ടേക്ക് എന്താണ്? ശ്രീ ശംഖു ടി ദാസ് അദ്ദേഹം പറഞ്ഞ 1970 നിയമം അദ്ദേഹം പറയുകയുണ്ടായി. അതായത് അന്ന് മുതൽ നിലവിലുണ്ടായിരുന്ന ഒരു നിയമം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ നിയമം നിലവിൽ നിൽക്കവേ തന്നെയാണ് 2001 ഗുജറാത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദി ആ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി. ഒരുപാട് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായി. അവിടെ രക്ഷാപ്രവർത്തനത്തിന് അന്ന് ഈ പട്ടാളത്തെ അയക്കുകയുണ്ടായി. 200 കോടി രൂപയാണ് അന്ന് കേന്ദ്ര സർക്കാർ ആർമിക്ക് അങ്ങോട്ട് അനുവദിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആർമിക്ക് 2 ബില്യൺ ആണ് അനുവദിച്ചത്. അപ്പോൾ 1970 ആ നിയമം ഇദ്ദേഹം പരാമർശിച്ച ആ നിയമം നിലവിൽ നിൽക്കവേ തന്നെയാണ് ഗുജറാത്തിൽ 1970 കഴിഞ്ഞിട്ടാണല്ലോ 2001 വരുന്നത്. അപ്പോൾ അന്ന് ഗുജറാത്തിൽ നരേന്ദ്രമോദി അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 200 കോടി രൂപയുടെ ഒരു അസിസ്റ്റൻസ് ഈ പട്ടാളത്തിന് അനുവദിക്കുകയും അവരാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. ഇവിടെ നമ്മൾ കാണേണ്ട വസ്തുത, ഞാനിത് BJP ഇതര സംസ്ഥാനത്തിനോട് പക്ഷപാതം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടിന് കൊടുത്തില്ലേ, ഉത്തരാഖണ്ഡിന് കൊടുത്തില്ലേ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഞാൻ കാണുന്നത് വേറൊരു പക്ഷപാതപരമായ നിലപാടാണ്. അതായത് BJPയുടെ പിന്നെ സഖ്യകക്ഷികൾ ഭരിക്കുകയോ BJPയുടെ തന്നെ അധികാര നിയന്ത്രണത്തിലോ ഇരിക്കുന്ന സ്റ്റേറ്റുകൾക്ക് പക്ഷപാതപരമായ രീതിയിൽ തന്നെ ഈ ദുരന്ത നിവാരണ സഹായം കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഈ നേരത്തെ പറഞ്ഞ എന്താണ് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ബാക്കിയുണ്ടല്ലോ, 792 കോടി രൂപ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാമല്ലോ എന്ന് ശ്രീമാൻ ശംഖു ടി ദാസ് പറയുകയുണ്ടായി. എന്നാൽ ആന്ധ്രാപ്രദേശിൽ 1036 കോടി രൂപ കയ്യിൽ നിലവിൽ ഉണ്ടായിരിക്കെയാണ് 31 ഓഗസ്റ്റ് 2024 അവിടെ വലിയ ഫ്ലഡ് വരുന്നത്. ആന്ധ്രയിലും തെലങ്കാനയിലും വന്നു. 45 പേരാണ് അവിടെ മരിക്കുന്നത്. അപ്പോൾ ഈ 1036 കോടി രൂപ അവിടെ ബാക്കിയുണ്ട്. ഇത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹം കേന്ദ്ര യൂണിയൻ മിനിസ്റ്ററാണ് അഗ്രികൾച്ചറിൻ്റെ, കൃഷിയുടെ. അദ്ദേഹം ഏരിയൽ സർവേ, അതായത് വിമാനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ പോകുന്നത് പോലെ അദ്ദേഹം അവിടെ ഒരു ഏരിയൽ സർവേ നടത്തുകയും 6 തീയതി സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരന്തം കഴിഞ്ഞ 6-ാമത്തെ ദിവസം, 31 കഴിഞ്ഞാൽ 6-ാമത്തെ ദിവസം അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നത് 3448 കോടി രൂപ ആന്ധ്രാപ്രദേശിന് കൊടുക്കണം എന്നാണ്. ആന്ധ്രാപ്രദേശിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീമാൻ ചന്ദ്രബാബു നായിഡു അദ്ദേഹം ആണ് ഇപ്പോൾ മിനിമം ഭൂരിപക്ഷം ഇല്ലാതിരുന്ന BJPക്ക് ലോക്സഭയിൽ 32 സീറ്റിൻ്റെ കുറവുണ്ടായിരുന്ന BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി സപ്പോർട്ട് കൊടുക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ശ്രീമാൻ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തത്. അപ്പോൾ ആ സംസ്ഥാനത്തിന് 3448 കോടി രൂപ കൊടുക്കണമെന്ന് പറയുന്നത് ഒരു PDNA അനാലിസിസ് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പാണ്. 1036 കോടി രൂപ അവരുടെ കയ്യിൽ അലോട്ട്മെൻറ്റ് ഉള്ളപ്പോഴാണ് ഈ ശുപാർശ കൊടുക്കുന്നത്. കേന്ദ്രം എന്നിട്ട് എന്ത് ചെയ്തു? 3448 കോടി രൂപയാണ് അവർ പറഞ്ഞത് എന്നുണ്ടെങ്കിലും 3884 കോടി രൂപ അവർക്ക് അനുവദിച്ചു. അതിന് പുറമെ 416 കോടി രൂപ ആദ്യം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 416 കോടി രൂപ കൊടുത്തു. അത് കഴിഞ്ഞ് ഈ ബാക്കി സെൻട്രൽ ടീം അസിസ്റ്റൻസ് ഇത് പറയുന്ന മുറയ്ക്ക് ഇത് ബാക്കിയുള്ളത് കൊടുക്കാമെന്ന് പറഞ്ഞു. 3884 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ നേരത്തെ പറഞ്ഞ നമുക്ക് ഒരു നയ പൈസ പോലും നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊരു പാർട്ടിയുടെയും അംഗമല്ല, എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല. ഞാനിതിൻ്റെ സത്യാവസ്ഥയിൽ സാങ്കേതികമായിട്ടുള്ള സത്യാവസ്ഥയിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IMCT 2024
ഈ 23-24 കാലഘട്ടത്തിൽ 12 IMCT, അതായത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രതിനിധികൾ അടങ്ങുന്ന സംഘം പലയിടത്തായിട്ട് പല സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട് ഈ ദുരന്തം കഴിഞ്ഞിട്ട്. കേരളത്തിൽ മാത്രമാണ് ഈ കാലതാമസം വരുത്തിയതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 12ഓളം IMCTകൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മാത്രമാണ് ഈ കാലതാമസം വരുന്നത്. ഇനി ബാക്കി ഈ പിന്നെ കേന്ദ്ര സർക്കാർ തന്ന SDRFൽ നമുക്ക് ബാക്കി ഉണ്ടല്ലോ എന്നുള്ള വാദം ശ്രീമാൻ ശങ്കുറ്റി ദാസ് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ 14 ഓഗസ്റ്റ് 2024, അതായത് നമ്മളുടെ ഈ ദുരന്തം നടന്നു കഴിഞ്ഞ് വെറും നമ്മുടെ ജൂലൈ 31 അല്ലേ, അത് കഴിഞ്ഞപ്പോൾ ഒരു 14 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവ് പോലെ ഒരെണ്ണം പുറത്തിറക്കുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കണ്ടീഷൻസ്, അതായത് 14-ാം തീയതിയാണ് ഈ ഉത്തരവ് പുറത്തിറക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ എന്താണ്, നമുക്ക് ഈ ദുരന്തം വന്നു കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നുള്ളതിൽ, അതായത് പുനരധിവാസം, പുനർനിർമ്മാണം, അതിനകത്ത് പുതിയ സ്ഥലം മേടിക്കാനോ ലാൻഡ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മളൊരു റീകൺസ്ട്രക്ഷൻ പുനർനിർമ്മാണം നടത്തുന്നത്, ഒരു പുതിയ ബിൽഡിംഗ് കെട്ടാനോ ഈ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ക്ലോസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ 12 സെക്ഷൻ 12 4ാമത്തെ അനുച്ഛേദം അതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 250 കോടിയിൽ കൂടുതൽ ഈ സഹായം കേന്ദ്രം തരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% സ്റ്റേറ്റ് വഹിക്കണം. 500 കോടിക്ക് മുകളിലാണെങ്കിൽ 20% സ്റ്റേറ്റ് വഹിക്കണം. 25% സ്റ്റേറ്റ് വഹിക്കണം. ഇങ്ങനെ 500 കോടിയാണെങ്കിൽ 20% സ്റ്റേറ്റ് വഹിക്കണം. ഈ നയാ പൈസ നമുക്ക് തരാതെ നമ്മൾ ഇതിൻ്റെ 25% 50% വഹിക്കണമെന്ന് പറയുന്നതിലെ ന്യായം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തികച്ചും പക്ഷപാതപരവും അന്യായവുമായ സമീപനം സ്വീകരിക്കുന്ന അഭിപ്രായം താങ്കൾ പങ്കുവയ്ക്കുകയാണ്. അതിന്റെ മറുപടിയിലേക്ക് വരാൻ ഞാൻ ഇടവേള കഴിഞ്ഞ് SDRFിന്റെ കാര്യത്തിൽ നമ്മളോട് മാത്രം ഒരു സമീപനം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ വിശദീകരിക്കുന്നത് SDRFിൽ പൈസ ഉണ്ടല്ലോ എന്നാണ്. SDRFിൽ 1000 കോടിയിലധികം ഉള്ളപ്പോഴാണ് PDNA പോലും നോക്കാതെ ആന്ധ്രാപ്രദേശിന് പൈസ കൊടുത്ത കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത്, KG താരം പറഞ്ഞത്. അല്ലല്ല, ഞാൻ SDRFിൽ പൈസ ഉണ്ടല്ലോ എന്നല്ല ഞാൻ പറഞ്ഞത്. SDRF എന്ന് പറയുന്ന ഫണ്ടിന്റെ ഉദ്ദേശം വേറെയാണ്. ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അടിയന്തരമായിട്ടുള്ള റിലീഫ് ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് SDRFിന്റെ ഉദ്ദേശം. റിലീഫ് എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. 12 ദുരന്തങ്ങളിൽ പ്രാഥമികമായിട്ടുള്ള റിലീഫ് ആക്ടിവിറ്റി നടത്തുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. ഇങ്ങനത്തെ അൺഫോർസീൻ ആയിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് SDRF. പക്ഷേ റിലീഫ് അല്ലല്ലോ റീകൺസ്ട്രക്ഷൻ. ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്ത് അടിയന്തരമായിട്ട് ആളുകളെ സഹായിക്കുക, അവിടെ നിന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യിക്കുക, അവിടെയുള്ള ഡെബ്രിസ് നീക്കം ചെയ്യുക, മൃതദേഹങ്ങൾ സംസ്കരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ്. അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ആ നഗരത്തെ റീകൺസ്ട്രക്ട് ചെയ്യുക, അവിടെ എന്തായിരുന്നോ പ്രളയത്തിന് മുൻപേയുള്ള സാഹചര്യം ആ മട്ടിലേക്ക് ആ നഗരത്തെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് റീകൺസ്ട്രക്ഷനാണ്. റീകൺസ്ട്രക്ഷൻ SDRFിന്റെ ഡൊമൈനിൽ വരുന്ന കാര്യമല്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ കേന്ദ്രത്തിന് NDRFിൽ നിന്നോ അതല്ലെങ്കിൽ NDRFിലെ ഫണ്ട് തികയില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിന്റെ പ്രത്യേക പാക്കേജ് പ്രകാരമോ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള പദ്ധതി ഉള്ളത്. ഇതിനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസിൽ ഈ പറയുന്ന ദുരന്തങ്ങളെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തത് L1, L2, L3 എന്നൊക്കെ പറയുന്ന സിവിയറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇതാക്കുന്നത്. ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിട്ടുള്ള ഫ്ലഡ്സിൽ ദുരിതാശ്വാസം അടിയന്തരമായിട്ട് അനുവദിച്ചു. അതെന്തുകൊണ്ടാണ് അനുവദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാർ, നിങ്ങൾ 30 ദിവസം മുൻപല്ലേ സാർ PDNA സമർപ്പിച്ചത്? നിങ്ങൾ ഈ നവംബർ 13 PDNA സമർപ്പിച്ചിട്ട് 19 പൈസ കിട്ടിയില്ല, അതുകൊണ്ട് ഹർത്താൽ നടത്തിയവരല്ലേ? നിങ്ങൾക്ക് ജനങ്ങളോട് എന്തെങ്കിലും PDNA സമർപ്പിക്കാത്തവർക്ക് പൈസ കിട്ടിയതിന്റെ കണക്കൊന്ന് വേഗം പറഞ്ഞാൽ എനിക്ക് അപ്പുറത്തേക്ക് പോകാം. PDNA കണക്ക് സമർപ്പിക്കാത്തവർക്ക് കിട്ടിയ വലിയ കാശിന്റെ കണക്ക്, അതിന്റെ സാഹചര്യം. ഇവർക്കൊക്കെ പൈസ കിട്ടിയത് SDRFിൽ നിന്നാണ്. അല്ലാണ്ട് ഇവർക്കൊന്നും ഈ പറയുന്ന ബീഹാറിന് കൊടുത്തതുപോലെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജ് അനുവദിക്കുകയല്ല ചെയ്തത്. ആ സ്റ്റേറ്റുകൾക്കുള്ള അലോട്ടഡ് ആയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് 75% അലോട്ട് ചെയ്തത്. ഇപ്പൊ തമിഴ്നാട്ടിന് കൊടുത്തിട്ടുള്ള പൈസ, തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഫെങ്കൽ ദുരന്തം എന്ന് പറഞ്ഞാൽ, ഈ ഫെങ്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ 14 ജില്ലകളെ ബാധിച്ചിട്ടുള്ള വിഷയമാണ്. 69 ലക്ഷം ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. 69 ലക്ഷം കുടുംബങ്ങൾ, 1.5 കോടി ആൾക്കാരാണ് ഫെങ്കൽ ദുരന്തത്തിന്റെ ഭവിഷ്യത്ത് നേരിട്ടിട്ടുള്ള ആളുകൾ. അത്രയും വലിയ സ്റ്റേറ്റ്
സ്റ്റേറ്റ് വൈഡ് ദുരന്തമാണ്. നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇന്ന് ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണ്? ഒരു ജില്ലാ തലത്തിൽ തന്നെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ കഴിയുന്ന ദുരന്തം, സംസ്ഥാന തലത്തിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ കഴിയുന്ന ദുരന്തം, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ 2-3 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ദുരന്തം. ഇതിന് ഓരോന്നിനും ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിന്റെ മാനദണ്ഡങ്ങൾ വേറെയാണ്. ഇപ്പൊ 14 ജില്ലകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാകുമ്പോൾ അതിന് സ്റ്റേറ്റ് വൈഡ് ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അവിടെ PDN ഇല്ലാണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് പ്രകാരം തന്നെ ഇമീഡിയറ്റ് ആയിട്ട് ഫണ്ട് റിലീസ് ചെയ്യാൻ സാധിക്കും. തമിഴ്നാട്ടിൽ മാത്രമല്ല പൈസ കൊടുത്തത്. ഇപ്പൊ ആന്ധ്രയുടെ കാര്യം പറഞ്ഞു. ആന്ധ്രയ്ക്ക് പൈസ കൊടുത്തത് 7 സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഫ്ലഡ് റിലീഫ് പാക്കേജിന്റെ ഭാഗമായിട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് മഹാരാഷ്ട്രയ്ക്കാണ്. ഈ ആന്ധ്രാപ്രദേശിന് കിട്ടിയത് 1036 കോടിയാണെങ്കിൽ മഹാരാഷ്ട്രയ്ക്ക് കിട്ടിയത് 1461 കോടിയാണ്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് BJP ആണോ? BJP ആയിരുന്നില്ല. ഒക്ടോബർ 2 ഫണ്ട് റിലീസ് ചെയ്യുന്നത് വരെ അവിടെ BJPയുടെ സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. ശരിയാണ്. അപ്പോ BJPയുടെ സർക്കാരാണോ മറ്റേതാണോ എന്ന് നോക്കിയിട്ടല്ല അവിടെ ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള നിരവധി സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഓരോ ദുരന്തത്തിന്റെയും തോതും അത് ഇത് വ്യക്തം. അപ്പോ ശംഖു അതിൽ ഊന്നുന്നത് ദുരന്തത്തിന്റെ തോതിലേക്കാണ്. നമുക്ക് ആകെ നേരത്തെ ശ്രീ V മുരളീധരൻ പറഞ്ഞ പോലെ 3 വാർഡിലെ പ്രശ്നമേ ഉള്ളൂ. അതിന് ആ നിലയ്ക്ക് മനസ്സിലാക്കാം. യെസ്, അല്ല ഞാനൊന്ന് വരാം. അല്ല, CPM-ന്റെ പ്രതിനിധി ശരൺകുമാർ നമ്മള് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്ത പണത്തിന്റെ ഒരൊറ്റ മിനിറ്റ്. V മുരളീധരൻ മാത്രമല്ലല്ലോ, PM മുഹമ്മദ് റിയാസും അതേപോലെ തന്നെ T സിദ്ദിഖും കൂടി നടത്തിയിട്ടുള്ള ചർച്ചയിൽ ഇവർ രണ്ടുപേരും പറയുന്നുണ്ടല്ലോ, ഇതൊരു വലിയ ദുരന്തമല്ല, ഇത് 2 വാർഡുകളെ മാത്രം ബാധിച്ചിട്ടുള്ള ദുരന്തമാണ്, ഇത് വയനാട് ജില്ലയെ മുഴുവൻ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് വയനാടിനെ ആരും ഭയക്കേണ്ട ആവശ്യമില്ല. സന്ദർശകർ ധാരാളമായിട്ട് വയനാട്ടിലേക്ക് വരണം. ടൂറിസത്തിന് ഇതൊരു നിലയ്ക്കും ബാധിക്കാൻ പാടില്ല. ഇതൊരു ജില്ലാ ദുരന്തം പോലുമല്ല, ഇത് ഏതാനും വാർഡുകളെ മാത്രം ബാധിച്ച ദുരന്തമാണ്. ജില്ല ആകെ തന്നെ കുഴപ്പമാണെന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ടായി വരുന്നതിനെ പ്രതിരോധിക്കാൻ മറ്റേത് എന്തുകൊണ്ടാണ് പണം തന്നില്ല എന്ന ചോദ്യത്തോടുള്ള മറുപടി. 2 കോണ്ടെക്സ്റ്റ് അല്ല, 2 ആള് പറഞ്ഞത് ഒരു കാര്യം രണ്ട് ചോദ്യത്തിലുള്ള മറുപടിയാണ്. ഒന്ന് എന്തുകൊണ്ട് പണം തരുന്നില്ല. ശരി. അരുൺകുമാർ, ആത്യന്തികമായ പ്രശ്നം ഗ്രാവിറ്റിയാണ്. എന്ന് വെച്ചാൽ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും കൊടുത്ത പണത്തിന് എന്താണോ കാരണമായത് അത്ര വലിയ കാരണം ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കണം എന്ന് വൈകാരികത മാറ്റിവെച്ച്. അല്ല, ഇതൊക്കെ BJPയുടെ പ്രതിനിധി പരമാവധി പറയട്ടെ എന്ന് വിചാരിക്കുക. കാരണം ഇതൊക്കെ ജനങ്ങൾ കേൾക്കുകയാണല്ലോ. മറ്റെല്ലാ സംസ്ഥാനം, സിക്കിം, നാഗാലാൻഡ് കേരളത്തെക്കാൾ എത്ര വലിപ്പം കുറഞ്ഞ സംസ്ഥാനമാണ്, ജനസംഖ്യയും കുറവാണ്. അവിടെയും കൊടുത്തു, പ്രളയത്തിന് മുമ്പും കൊടുത്തു, പ്രളയത്തിന് ശേഷം വാരിക്കോരി കൊടുത്തു. നമുക്കൊന്നും തന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ആവശ്യം ഒരു സിവിയർ നേച്ചറിൽ ഇത് പ്രഖ്യാപിക്കണം, L3. അത് പ്രഖ്യാപിച്ചാൽ ഈ രാജ്യത്തെ സന്നദ്ധ സംഘടനകൾക്കും അതുപോലെ CSR ഫണ്ട് MP-മാർക്കൊക്കെ സഹായം തരാം. അതെന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? 2 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ പ്രകാരം ഇത് ബാങ്കുകളുടെ കൺസോർഷ്യത്തോട് ഈ പട്ടിണി പാവങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരുടെ കടം എഴുതി തള്ളണം. കേന്ദ്ര ഗവൺമെന്റിന് ഒരു വരി പറഞ്ഞാൽ പോരെ. എന്തുകൊണ്ട് കേന്ദ്രം അത് പ്രഖ്യാപിക്കുന്നില്ല? മൂന്നാമത് ഒരു അധിക സഹായം വേണമെന്നുള്ളത് തരുന്നില്ല. അതായത് കേരളത്തിന്റെ ഒരാവശ്യവും പരിഗണിക്കുന്നില്ല. പിന്നെ ഓഗസ്റ്റ് മാസം 17-ാം തീയതി, അതായത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഈ ദുരന്തമൊക്കെ കണ്ട് എല്ലാ യോഗം കഴിഞ്ഞ് തിരിച്ചു പോയതിന്റെ 7-ാം ദിവസം കൊടുത്തതാണ് ഫസ്റ്റ് റെപ്രസെന്റേഷൻ. 35 പേജുണ്ട്. ഞാൻ അങ്ങയുടെ മൊബൈൽ ഫോണിലേക്ക് ഞാനിത് അയച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അത് സെപ്റ്റംബർ 19-നാണ് ആദ്യത്തെ റെപ്രസെന്റേഷൻ കിട്ടിയത്. BJPയുടെ നേതാക്കന്മാർ ഇപ്പോഴും വന്ന് കള്ളം പറയുകയാണ്. പിന്നെ PDN കൊടുത്തത് അത് കൃത്യമായി നമുക്കറിയാമല്ലോ. ദുരിതാശ്വാസം, റെസ്ക്യൂ, റിലീഫ് കഴിഞ്ഞതിന് ശേഷമാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പാക്കേജുകൾ, ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. 1 മാസം അത് പെൻഡിംഗ് ആണല്ലോ. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായി പാർലമെന്റിൽ ചർച്ചയുണ്ട്. റെപ്രസെന്റേഷൻ തരുന്നതിലോ നിവേദനം തരുന്നതിലോ ഒരു കുറവുമല്ല ഇപ്പൊ കാണിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് തരില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. എത്ര ഡിമാൻഡ് ചെയ്താലും, എത്ര പ്രതിപക്ഷം ഉയർത്തിയാലും, ജനങ്ങൾ എത്ര നരകിച്ചാലും ഈ കേരളത്തിന് ഞങ്ങൾ തരണമെങ്കിൽ കേരളത്തിൽ BJPക്ക് രാഷ്ട്രീയ വളർച്ചയുടെ സാഹചര്യം ഉണ്ടെങ്കിലേ തരൂ എന്ന് പച്ചയായിട്ടുള്ള രാഷ്ട്രീയം കേന്ദ്രം പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും തന്നില്ലെങ്കിലും അതിശക്തമായിട്ട് ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പരിപാടിയുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ കേരളത്തിലെ ഹൈക്കോടതി കഴിഞ്ഞ തവണ വിമർശിച്ചല്ലോ എന്ന് താങ്കൾ പലതവണ പറഞ്ഞു. എത്രയാണ് നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഉള്ള പണം 1 വർഷമായി ഈ കേരളത്തിലുണ്ടായ വിവിധങ്ങളായ പ്രകൃതി ദുരന്തത്തിന് കൊടുക്കാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള പണം എന്ന് ചോദിച്ചു. അത് കളക്ടറേറ്റിൽ നിന്നും അതുപോലെ തന്നെ കൃഷി വകുപ്പിൽ നിന്നും മറ്റ് ക്ഷീരവകുപ്പിൽ നിന്നും എല്ലാം കമ്മിറ്റഡ് ആയിട്ടുള്ള കണക്ക് ശേഖരിക്കാൻ ഒരാഴ്ച വേണമെന്ന് പറഞ്ഞു. 700 കോടിയുണ്ട്, അതിൽ 638 കോടി രൂപ കമ്മിറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. അതായത് ബാക്കിയുള്ളത് വെറും 62 കോടിയാണ് മിസ്റ്റർ.
ഈ 62 കോടി കൊണ്ട് എങ്ങനെ നമുക്ക് ഈ 1038 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ, ഒരു സിറ്റി പണിത് നിർമ്മിച്ചു കൊടുക്കാൻ, അതുപോലെ തന്നെ ഒരു ടൗൺഷിപ്പ് പണിയാൻ നമുക്ക് കഴിയും? അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ ഒരു 5% പരിഗണനയെങ്കിലും ഈ കേരളത്തിന് തരൂ. കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോഴും 3 വാർഡല്ലേ ഒലിച്ചു പോയുള്ളൂ എന്ന് പറഞ്ഞ് ന്യായീകരിക്കല്ലേ. ഈ ജനങ്ങൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധം, ഒരു അടിസ്ഥാന ബോധം താങ്കൾക്ക് ഉണ്ടാകുക, അതേ പറയാനുള്ളൂ. ശരി. അല്ല, ശ്രീമതി KG താരം, ഇതിനകത്ത് കേന്ദ്ര സർക്കാർ പണമൊന്നും തരില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് ഒരു വാദം. സർക്കാരിനത് പഠിക്കാൻ കൂടുതൽ സമയം വേണം. PDNA കിട്ടിയിട്ട് ആകെ 1 മാസമല്ലേ ആയുള്ളൂ. അത് ഹൈ ലെവൽ കമ്മിറ്റി പരിഗണിക്കണം, പ്രോജക്റ്റുകൾ ആഴത്തിൽ പരിശോധിക്കണം, ഓരോന്നോരോന്നായി അനുവദിക്കണം. അപ്പോൾ അതിനെടുക്കുന്ന സ്വാഭാവിക സമയത്തെ ഒന്നും തരുന്നില്ല എന്ന വിലാപം അല്ലെങ്കിൽ ഒരു ആരോപണം എന്ന നിലയ്ക്ക് വളർത്താൻ പാടില്ല എന്നാണ് നമ്മുടെ കേസിൽ. ഈ ഫോർമാലിറ്റീസ്, അതിൻ്റെ നടപടി അവിടെ ഞാൻ പക്ഷപാതപരമായ നിലപാട് കാണുന്നത് BJPയുടെ സഖ്യകക്ഷികളോ BJP തന്നെയോ മെജോറിറ്റി ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവർ കാണിക്കുന്ന ഉദാരപൂർണമായ സമീപനം ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, സിക്കിമിൽ മരണം ഇല്ല, ഒരു കാഷ്വാലിറ്റിയും ഉണ്ടായിട്ടില്ല. 2024 ഓഗസ്റ്റ് 20 ആ സംഭവം നടക്കുന്നത്. അവിടെ ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അതിൻ്റെ ഒരു ഇത് തകർച്ചയാണ് സംഭവിക്കുന്നത്. ഇമ്മീഡിയറ്റ് റിലീഫായിട്ട് അഡ്വാൻസ് ആയിട്ട് ഈ 20 ഓഗസ്റ്റിന് സംഭവിക്കുന്നു. അഡ്വാൻസ് ആയിട്ട് 44.80 കോടി രൂപ അവിടെ കൊടുക്കുന്നു. അതുപോലെ 2018 അല്ല, ഇപ്പോൾ ഈ 1970 നമ്മൾ നിയമവും ഇമ്മീഡിയറ്റ് ഈ PDNAയുടെ കാര്യവും ഒക്കെ പറയുന്നത് ഒരേ ദുരന്ത നിവാരണ ആക്ട് നിലനിൽക്കുന്ന സമയത്തെ കാര്യമാണ്. 2018 കേരളത്തിൽ ഫ്ലഡ് ഉണ്ടായപ്പോഴും അതേ ആക്ട് തന്നെയാണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഈ ആക്ട് പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കുന്നത്. അതിൽ കേരളത്തിൽ 40,000 കോടി രൂപയുടെ നഷ്ടമാണ് പൊതുവെ കണക്കാക്കിയത്. അതിൽ സെൻറ്റർ അന്നും BJP തന്നെയാണ്. അന്ന് ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന് പറഞ്ഞ് 562 കോടി രൂപ അപ്പോഴേ റിലീസ്, 100 കോടി രൂപ ഹോം മിനിസ്റ്റർ തന്നു. അപ്പോൾ ഈ കാലം ചെല്ലും തോറും അതിലൊരു വളരെ പ്രകടമായ ഒരു നീതി നിഷേധം കാണുന്നുണ്ട്. ഞാൻ ആലോചിക്കുക, വാസ്തവത്തിൽ ഇത് ഇങ്ങനെ പോയ ഈ സംസ്ഥാനം BJP പാർട്ടി ഭരിക്കുക എന്ന ഒരു സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ എന്തുതരം നീതിയായിരിക്കും നടപ്പിലാവുക എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. വാസ്തവത്തിൽ ഞാൻ ആശങ്കപ്പെടുകയാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ നേരത്തെ പറഞ്ഞ ഈ റിക്കവറി ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് ഇപ്പോൾ ഈ റിക്കവറിക്ക്, പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും ഉള്ള ഫണ്ട് SDMF എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട്, നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ലഘൂകരണം. ദുരന്തം നടന്നു കഴിഞ്ഞതിന് ശേഷം 2026 വരെ 32,030 കോടി രൂപ ടോട്ടൽ അലോട്ട്മെൻറ്റ് ഫിനാൻസ് കമ്മീഷൻ, കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷൻ അലോട്ട് ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ട്. NDRFൽ NDMFൽ 13,693 കോടി രൂപ ഉണ്ട്, അലോട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ പക്ഷേ ഇവർ ഈ 14 ഓഗസ്റ്റ് അവിടെ ഒരു കുറേ കണ്ടീഷൻസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും ഇതിൽ നിന്നൊരു പൈസ നമുക്ക് എടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കണ്ടീഷൻസ് കൊണ്ടുവന്നിരിക്കുക. എന്നാൽ ഈ കണ്ടീഷൻസ് എല്ലാം നിലനിൽക്കവേ തന്നെ ആന്ധ്രാപ്രദേശും ഈ സിക്കിമും ഇഷ്ടം പോലെ അത് വിനിയോഗിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഞാൻ ഈ പക്ഷപാതപരമായ സമീപനമുണ്ട് എന്ന ആക്ഷേപത്തിന് ഇത് കേരളത്തോട് കാണിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പല എപ്പിസോഡുകളായി. ഇപ്പം നമ്മൾ വിഴിഞ്ഞത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ കാര്യം പറഞ്ഞാൽ അത് വേറെ ആരോടും ചോദിക്കാത്ത പൈസ നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കേണ്ടത്. കാരണം നാളെ ഈ സർക്കാർ മാറി നിങ്ങൾ അധികാരത്തിൽ വന്നു എന്ന് കരുതുക, ഈ സമീപനം കേന്ദ്ര സർക്കാർ തുടർന്നാൽ അതിജീവിക്കാൻ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് പ്രയാസമാകും. കാരണം നമ്മൾ അങ്ങനെ പോകുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതിനകത്ത് ഉപാധിരഹിതമായ ഒരു സമരൈക്യം സത്യത്തിൽ വേണ്ടതല്ലേ? നിങ്ങൾ അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് വെക്കുന്നത് എന്തിനാണ്? നിഷാദ, ഇവിടെ ഈ BJP എന്ന പാർട്ടി, ഇപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള നരേന്ദ്രമോദി അമിത്ഷായൊക്കെ നയിക്കുന്ന BJP കേന്ദ്ര സർക്കാർ, അവരുടെ നിന്നൊക്കെ നീതി പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം
ഇതൊന്നും ഒരു കാലത്തും അവർ നീതിപൂർവകമായി നിർവഹിക്കാനുള്ള മനസ്സില്ലാത്തവരാണ്. അവർ അത്തരത്തിലുള്ള പശ്ചാത്തലത്തിലൂടെ ആ പ്രവർത്തന രീതികളിലൂടെ പദ്ധതികളിലൂടെ കടന്നു വന്ന ആളുകൾ ഇന്നത് ഇന്ത്യ മുഴുവൻ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവരിപ്പോൾ ഈ അന്യായമാണോ അവർ നടത്തുന്ന ഏറ്റവും വലിയ അനീതി? അവർ ഈ രാജ്യത്ത് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ഇത് തുലോം ചെറിയൊരു കാര്യം മാത്രമാണ്. ഇത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു അന്യായം മാത്രമാണ്. ഈ അന്യായം അവർ ചെയ്യുമ്പോൾ ഇത് 365 ദിവസം പറഞ്ഞുകൊണ്ടേ ഇരുന്ന് നമുക്ക് കാലക്ഷേപം നടത്താൻ സാധിക്കില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നമ്മൾ മറ്റ് അഭ്യുദയകാംക്ഷികൾ എന്താണോ നമുക്ക് മുമ്പിൽ വച്ച് നീട്ടുന്നത്, അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഞാനിപ്പോൾ സംസ്ഥാന സർക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നിഷാദിനടക്കം പൊള്ളു. നിഷാദ് എൻ്റെ വാദത്തെ വഴിതിരിച്ചു. അതുകൊണ്ട് നമുക്കുണ്ടെന്ന് ഞാൻ പറയാം. ആ പണി ചെയ്യാനല്ലേ സംസ്ഥാന സർക്കാർ ഇവിടെ ഉള്ളത്. BJP അത് എഴുതി തള്ളേണ്ട ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാർ അവർ നീതി തരുന്ന പ്രശ്നമില്ല. കാരണം അങ്ങനെ ഒരു ബോധമില്ലാത്ത മനുഷ്യരാണ്. ഇത് വാജ്പേയി സമാനയൊന്നുമല്ല. അന്നാണെങ്കിൽ ഞാനിങ്ങനെ പറയില്ല. നരേന്ദ്രമോദി അമിത്ഷായ്ക്ക് ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ട. BJPയുടെ പ്രതിനിധികൾക്കൊക്കെ ഇതൊക്കെ അറിയാമെങ്കിലും അവർ ഇത്തരത്തിലൊക്കെ പറയാൻ ആയതുകൊണ്ട് നിങ്ങളൊരു വിഷയം പറയുമ്പോൾ അതിൻ്റെ സെൻട്രിക്കിൽ നിന്നൊക്കെ വഴിമാറി ഏതോ ഭാഗത്തൊക്കെ സഞ്ചരിക്കുക ആവർത്തിക്കുകയാണ്. എന്തായാലും ഈ സമരം ഒരു വശത്തുണ്ട്. കേന്ദ്ര സർക്കാർ വൈകിയെങ്കിലും വലിയ തുക പ്രഖ്യാപിക്കുമോ നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നു. ശങ്കുത്തി ദാസ് എനിക്കൊരിക്കൽ കൂടി വരാൻ കഴിഞ്ഞില്ല, സമയപരിമിതി കൊണ്ട് മനസ്സിലാക്കുമല്ലോ ദയവായി. താങ്ക് യു ശങ്കുത്തി ദാസ്. ഒപ്പം KG താര, ശ്രീ നൌഷാദ് അലി, അരുൺകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്.